പത്തനംതിട്ടയിലേക്ക് പോയാൽ പത്തനംതിട്ടയിൽ പ്രളയഭീതിയാണ്. ആറന്മുളയിൽ ഇപ്പോഴും വീടുകൾ വെള്ളത്തിനടിയിലാണ്. ലോറിയിലും വള്ളങ്ങളിലുമായാണ് ആളുകളെ മാറ്റുന്നത്. കൊല്ലത്ത് നിന്നെത്തിയ മത്സ്യത്തൊഴിലാളികളും രക്ഷാപ്രവർത്തനത്തിന് സജീവമായുണ്ട്. അതിനിടെ വീണ്ടും മഴ പെയ്യുന്നത് ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. KV ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് മഴ ഇപ്പോഴും പെയ്യുന്നു എന്നുള്ളത് വലിയ ആശങ്ക തന്നെയാണല്ലേ? ആറന്മുളക്കാർക്ക് ആശങ്ക ഒഴിയുന്നേയില്ല. നിലവിൽ എങ്ങനെയാണ് പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്? എന്താണ് സ്ഥിതി? റോഷിനി, ഈ വെള്ളത്തിലെ ഈ നിൽപ്പ് തുടങ്ങിയിട്ട് 3 ദിവസമായി. ഒപ്പം ഈ വെള്ളത്തിന്റെ വരവും ആറന്മുളക്കാരിലെ മനസ്സിലെ ആശങ്കയും 3 ദിവസമായി തുടരുന്ന സാഹചര്യമാണുള്ളത്. വെള്ളം വിട്ടൊഴിയുന്നില്ല. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന സ്ഥലത്ത് ഇന്ന് രാവിലെ നമ്മൾ വന്നപ്പോൾ ഈ വെള്ളമൊക്കെ ഇറങ്ങി എല്ലാം കഴിഞ്ഞു. എല്ലാം ആശ്വാസത്തിന്റെ ഒരു കിരണങ്ങളാണ്ടായിരുന്നു. പക്ഷേ 10 മണിക്ക് ശേഷം ഇങ്ങോട്ടേക്കുള്ള വെള്ളത്തിന്റെ അളവ് വീണ്ടും കൂടുകയും ഇവിടെ വീണ്ടും പ്രളയ സമാന സാഹചര്യത്തിലേക്ക് പോയി. ഈ വെള്ളം ഇങ്ങനെ നേരെ ഉള്ളിലേക്ക് പോയാൽ ഒരുപാട് കുടുംബങ്ങൾ, ഒരുപാട് ആളുകളൊക്കെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരെയൊക്കെ തന്നെ ഈ മത്സ്യബന്ധന ബോട്ടുകളിലൊക്കെ രക്ഷിച്ച് കൊണ്ടുവരികയാണ്. ഓരോ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഉള്ളിലേക്ക് യാത്ര ചെയ്താണ് ഏകദേശം ആളുകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഈ ആറന്മുള പഞ്ചായത്ത് അത്യാവശ്യം വലിയൊരു പഞ്ചായത്താണ്. ആറന്മുള പഞ്ചായത്തിന്റെ ഒരു 60 മുതൽ 70% വരെ പ്രദേശം വെള്ളത്തിനടിയിലാണ്. അതിൽ ഏകദേശം ഒരു 30-35% വീടുകൾ, ഏറെക്കുറെ 90% മുങ്ങിക്കിടക്കുന്നൊരവസ്ഥയാണ്. അവിടെയുള്ള പരമാവധി ആളുകൾ, അതായത് 90% ആളുകളെ ഇതിനോടകം തന്നെ, അതായത് 10-ൽ 8 പേരെയും രക്ഷപ്പെടുത്തിയെന്നാണ് MLA ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. അതിൽ ബാക്കി 2% ആളുകൾ ഇപ്പോഴും വീടുകൾക്കുള്ളിൽ തുടരുന്ന സാഹചര്യമാണ്. അവർ സ്വന്തം തീരുമാനപ്രകാരം മാറാൻ തയ്യാറാത്ത ആളുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും തന്നെ പരമാവധി ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ആളുകളെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെയൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. എന്തായാലും ഈ ജലനിരപ്പ് ഓരോ സമയം കഴിയുന്തോറും ഉയരുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം പുലർച്ചെ ഈ ശബരിമല വനമേഖലയിൽ ഉൾപ്പെടെ പെയ്ത മഴയുടെ പ്രതിഫലനമാണിത്. കാരണം ആ വെള്ളം ശബരിമല കാടുകളിലെത്തി അത് പമ്പാ നദിയിലേക്ക് വന്ന് പിന്നീട് ഈ റാന്നി വഴി ആറന്മുളയിൽ എത്തുമ്പോൾ അത് കുറച്ചധികം സമയമെടുക്കും. അങ്ങനെ ആ വെള്ളത്തിൻ്റെ ഓവർഫ്ലോ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടവിട്ടുള്ളൊരു മഴയാണ് ആറന്മുളയിലും പരിസര പ്രദേശങ്ങളിലൊക്കെ ഉള്ളത്. ഇപ്പോൾ എന്തായാലും മഴ മാറിയിട്ടുണ്ട്. പക്ഷേ ആ മഴ തിരിച്ചു വരാനുള്ള സാധ്യത വലുതാണ്. എന്തായാലും ആറന്മുളക്കാരുടെ ആശങ്ക അത് അവസാനിക്കുന്നില്ല. അതിങ്ങനെ തുടരുന്ന സാഹചര്യമാണ്. ഈ റോഡൊക്കെ റോഷിനി ഇന്ന് രാവിലെ വെള്ളം ഇറങ്ങിയതാണ്. നമ്മൾ സുഖമായി രാവിലെ ഈ റോഡിലൂടെ വാഹനത്തിൽ പോയതാണ്. പക്ഷേ നമ്മൾ രക്ഷാപ്രവർത്തനോടുകൂടെ മറ്റൊരു ഇടത്തേക്കൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴേക്കും വീണ്ടും വെള്ളത്തിലായി. എന്തായാലും ആറന്മുളയിൽ വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. ഇന്ന് രാത്രിയും നിർണായകമാണ്. കാരണം എപ്പോൾ വനത്തിൽ മഴ പെയ്യുന്നു, ഉരുൾപൊട്ടുന്നു, പമ്പാ നദിയിലേക്ക് വെള്ളം വരുന്നു, അപ്പോഴൊക്കെ ആറന്മുളയിൽ ഈ തോതിൽ വെള്ളം കൂടാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത്. ഈ 2, 3, 4 ദിവസം മഴയില്ലാതെ ഇങ്ങനെ നിന്നാൽ മാത്രമായിരിക്കും ഈ വെള്ളം ശമിക്കുക റോഷിനി. ഒപ്പം തന്നെ മൂഴിയാർ ഡാം ഉൾപ്പെടെ തുറന്നു നിൽക്കുന്നൊരു സാഹചര്യവും വലിയ ആശങ്ക ഉണ്ടാക്കുന്നു. വലിയ തോതിലുള്ള ജാഗ്രത ഇപ്പോഴും തുടരേണ്ട സാഹചര്യമാണ്. ശരി, ആറന്മുളയിൽ വലിയ ജാഗ്രത തുടരുകയാണ്. ദൃശ്യങ്ങളിൽ തന്നെ നമുക്കത് ബോധ്യപ്പെടുകയാണ്. ആളുകളെ അടക്കം മാറ്റുന്ന സ്ഥിതിയാണ് ഇപ്പോഴും ഉള്ളത്.